നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഇന്ന് കൊല്ലത്താണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം ഇങ്ങനെ തിളച്ചു മറിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ന്യൂസ് സ്റ്റുഡിയോകളിൽ ഇരിക്കാൻ പറ്റുക? ഞാൻ ഇന്ന് എന്റെ നാട്ടിലെ വോട്ട് വിശേഷങ്ങൾ പങ്കിടാൻ വേണ്ടി എത്തിയതാണ്. പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും, രാവിലെ മുതൽ തന്നെ കൊല്ലത്തിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ എത്തി, നാട്ടുകാരോട് സംസാരിച്ചു, ആൾക്കാരോട് സംസാരിച്ചു. കൊല്ലത്തിന്റെ പൾസ് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. ഇപ്പോൾ ഞങ്ങളുടെ യാത്ര എത്തി നിൽക്കുന്നത് കൊല്ലം ബീച്ചിലാണ്. കൊല്ലം ബീച്ച് എന്ന് പറയുന്നത് ഒരു സംഗമ ഭൂമിയാണ്. കൊല്ലത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്ന ഇടമാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സായാഹ്ന സവാരി കേന്ദ്രമാണ്. ഇവിടെയാണ് കൊല്ലത്തുകാർ അവരുടെ നല്ല സമയങ്ങൾ ചെലവഴിക്കുന്നത്. അപ്പോൾ ആ സായാഹ്നത്തിൽ ശാന്തമായ കടൽ നമുക്ക് അടുത്തുണ്ട്. നമുക്കൊപ്പം പക്ഷേ തിളച്ചു മറിയുന്ന രാഷ്ട്രീയം പറയാനായി മുന്നണി നേതാക്കന്മാരുണ്ട്, ഒപ്പം നാട്ടുകാരുണ്ട്, പാർട്ടി പ്രവർത്തകരായിട്ടുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്താണ് ബിജെപിയെ പ്രതിനിധീകരിച്ച് നമുക്കൊപ്പം ഉള്ളത്. ഗീതാ കൃഷ്ണൻ, അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റാണ്. അദ്ദേഹം കോൺഗ്രസ് പ്രതിനിധിയായി നമുക്കൊപ്പമുണ്ട്. അപ്പോൾ ചിന്ത അല്പസമയത്തിനകം തന്നെ സിപിഎം പ്രതിനിധി നമുക്കൊപ്പം ചേരുകയും ചെയ്യും. അപ്പോ എന്താണ് കൊല്ലത്തിന്റെ രാഷ്ട്രീയം, എന്താണ് കൊല്ലം ചർച്ച ചെയ്യുന്നത്, എന്താണ് കൊല്ലം കരുതി വെച്ചിരിക്കുന്നത് മുന്നണികൾക്കായി എന്നത് പരിശോധിക്കുകയാണ്. നമുക്ക് കൊല്ലത്തെ സംബന്ധിച്ചറിയാം, കഴിഞ്ഞ 25 വർഷമായി, അതായത് കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ചത് മുതൽ ഇടത് കോട്ടയാണ് കൊല്ലം. മാറി ചിന്തിച്ചിട്ടില്ല കൊല്ലം. കഴിഞ്ഞ തവണ എല്ലായിടത്തും നഗരസഭയിലും ഒപ്പം തന്നെ ബ്ലോക്കിലുമൊക്കെ മൃഗീയ ഭൂരിപക്ഷമാണ് ഇടതിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അവിടെ തങ്ങളുടെ അഭിമാന പോരാട്ടം നടത്തുക എന്നതാണ് യുഡിഎഫിന്റെ ഇത്തവണത്തെ ലക്ഷ്യം. അതേസമയം കൂടുതൽ കരുത്ത് കാട്ടുക എന്നത് ബിജെപിയും ലക്ഷ്യം വെക്കുന്നു. ബിജെപി കഴിഞ്ഞ തവണ 6 കോർപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിലും മികച്ച രീതിയിൽ എത്തുക എന്നതാണ് ബിജെപി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആര് കഴിവ് തെളിയിക്കും, മാറി ചിന്തിക്കുമോ കൊല്ലം തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പാർട്ടി പ്രതിനിധികളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എന്താണോ തിരുവനന്തപുരത്ത് നിങ്ങളുടെ സ്ട്രാറ്റജിയായി ഉണ്ടായിരുന്നത്, ആ സ്ട്രാറ്റജി പ്രകടിപ്പിക്കാൻ ശ്രമിച്ച ഒരിടമാണ്. ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. മേയർ സ്ഥാനാർത്ഥി ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. കഴിഞ്ഞ തവണത്തെ ഇടതിന്റെ മൃഗീയ ഭൂരിപക്ഷത്തെ നേരിടാൻ ആ ഒരു തയ്യാറെടുപ്പ് കൊണ്ട് പറ്റുമോ? എന്താണ് പ്രചരണം ഈ ഘട്ടത്തിലെത്തുമ്പോൾ തോന്നുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വർഷക്കാലമായി തന്നെ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് 2 വർഷമായിട്ട് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യുകയും സർവേകൾ നടത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞത്. അതിലെല്ലാം ഉപരി കഴിഞ്ഞ 30 വർഷം, നിങ്ങൾ പറയുന്ന 25 വർഷം കൊല്ലം കോർപ്പറേഷനും അതിനു മുൻപ് 5 വർഷം കൊല്ലം മുനിസിപ്പാലിറ്റിയുടെ അവസാനത്തെ 5 വർഷവും ഇടതുപക്ഷമാണ് കൊല്ലം ഭരിച്ചിരുന്നത്. അതായത് 30 വർഷത്തെ ഇടത് ദുർഭരണത്തിനെതിരെയുള്ള ഒരു തീർച്ചയായിട്ടും ഒരു ജനവികാരം ഉണർന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ ഉള്ള ഒരു ജനവികാരമുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ഒപ്പം ഈ കൊല്ലം നഗരത്തിലെ മാലിന്യ പ്രശ്നം ഉൾപ്പെടെ, തെരുവുനായ പ്രശ്നം ഉൾപ്പെടെ, മാലിന്യ സംസ്കരണം ഉൾപ്പെടെ, അങ്ങനെ അറവുശാല ഇല്ലാത്ത ഉൾപ്പെടെ, നല്ല റോഡുകളില്ലാത്തത്, ലൈറ്റ് കത്താത്തത്, ഓട കൃത്യമായിട്ട് ഒഴുകാത്തത്, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ കൊണ്ട് കൊല്ലം നഗരം നിറഞ്ഞിരിക്കുകയാണ്. ആ കൊല്ലം നഗരത്തിൽ ഈ പൊതുജനങ്ങൾ, ഇവിടുത്തെ നാട്ടുകാർ പ്രതികരിക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ 2 വർഷമായി കോൺഗ്രസ് അക്കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു, UDF അക്കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. ആ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏറ്റവും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുവാൻ, അതും വലിയ തർക്കങ്ങളില്ലാതെ. കഴിഞ്ഞ 2-3 തവണയും ഇടതുപക്ഷത്തിനിവിടെ ഭരണം കിട്ടിയെങ്കിൽ അത് അവരുടെ മികവ് കൊണ്ടല്ല. കോൺഗ്രസിനകത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് സീറ്റുകളിൽ ഈ പറഞ്ഞ രീതിയിൽ റിബലുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നേരത്തെ തന്നെ ഹോംവർക്ക് ചെയ്യുകയും കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികൾ. നിങ്ങളുടെ ആ മുൻതൂക്കം, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഉണ്ടായ മുൻതൂക്കത്തെ അംഗീകരിച്ചു എന്ന് തന്നെ ചോദിക്കുന്നു. പ്രചരണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. പരസ്യ പ്രചരണം അവസാനിക്കാൻ ഈ പറഞ്ഞതുപോലെ 6 ദിവസം മാത്രമുള്ളപ്പോൾ ആ സ്റ്റെപ്പ്, നിങ്ങൾ മുന്നോട്ട് വെച്ച സ്റ്റെപ്പ്, അത് ഫലവത്തായി, അതിന്റെ ഒരു ഫലം കിട്ടുമെന്ന ഉറച്ച കോൺഫിഡൻസ് ഉണ്ടോ? 101% വിശ്വാസമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് കുറ്റവിചാരണ യാത്ര. ശ്രീ NK പ്രേമചന്ദ്രനും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയും ഇപ്പോഴത്തെ മേയർ സ്ഥാനാർത്ഥി ശ്രീ AK ഹഫീസും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ നൌഷാദ് യൂനിസും ചേർന്ന് ഒരു കുറ്റവിചാരണ യാത്ര കൊല്ലം കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനിലൂടെയും കടന്നുപോകത്തക്ക രീതിയിൽ നടത്തിയിരുന്നു. ആ കുറ്റവിചാരണ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയ
ഒരു പ്ലസ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ ആളുകളുടെ റെസ്പോൺസ് അത്ര വളരെ വലുതായിരുന്നു. കാരണം പാർട്ടിക്കാർ മാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, പൊതുജനങ്ങൾ വരെ വന്ന് ശ്രീ പ്രേമചന്ദ്രന്റെയും സഹയാത്രികരെയും സ്വീകരിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. തീർച്ചയായും. നമ്മുടെ ഒപ്പം BJP പ്രതിനിധി കൂടി ചേരുകയാണ്. നോക്കൂ, ഇവിടെ ഒരു പക്ഷേ വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷം ഉറപ്പിക്കുമെന്ന് പറയുന്ന ഒരു ജില്ലയാണ്, കോർപ്പറേഷനാണ്. അവിടെ ശക്തി തെളിയിക്കുക, അഭിമാന പോരാട്ടം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി UDF നിലയുറപ്പിക്കുന്നു. അപ്പോൾ BJPക്ക് എന്ത് കാര്യം, എന്താണ് ആത്മവിശ്വാസം, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ ഒരിടത്ത്? BJPയെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. 100% കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് വികസനമാണ്. വികസിത കേരളവും വികസിത കൊല്ലവുമാണ് BJP മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കൊല്ലത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, തുടർച്ചയായി 30 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ഉണ്ടായിരുന്ന ഭരണസമിതി, ആ ഭരണസമിതിയെ സംബന്ധിച്ച് കൊല്ലത്തിന്റെ ഒരു സമഗ്രമായ വികസനം എന്നുള്ളത് ഇപ്പോഴും സ്വപ്നമായി അവശേഷിക്കുന്നു. നമ്മെ സംബന്ധിച്ചറിയാം, 25 വർഷമായി. ഇപ്പൊ 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ച കുഞ്ഞിനെ സംബന്ധിച്ച് ഇന്ന് ആ കുഞ്ഞ് വിവാഹം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞ് ജനിക്കേണ്ട സമയമായിട്ടും ഇപ്പോഴും കൊല്ലം കോർപ്പറേഷൻ മുട്ടിലിഴയുന്ന നിലയിലേക്കാണ് പോകുന്നത്. ഒന്ന് നോക്കുന്ന സമയത്ത് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോലും കൊല്ലം ടൗണിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പബ്ലിക്കിന്റെ ഒരു കംഫർട്ട് സ്റ്റേഷൻ, ഒരു മര്യാദയ്ക്ക് പറഞ്ഞാൽ ആ നിലവാരത്തിൽ പോലും പോകാനായിട്ട് കൊല്ലം കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. മാലിന്യ കൂമ്പാരങ്ങളാണ്, കത്താത്ത തെരുവുവിളക്കുകളാണ്, തെരുവുനായുടെ ശല്യം രൂക്ഷമാണ്, അംഗീകൃതമായിട്ടുള്ള അറവുശാലകൾ പ്രവർത്തിക്കുന്നില്ല. എന്തിനു പറയുന്നു, കൊല്ലം ടൗണിൽ വന്നാൽ ഒരു വാഹനത്തിന് പാർക്ക് ചെയ്യണമെങ്കിൽ ഒരു പാർക്കിംഗ് സൗകര്യങ്ങളില്ല. കൊല്ലത്ത് അപ്രായോഗികമായിട്ടുള്ള ഒരു പാലം, ചിന്നക്കടയുടെ ഒരു പെരുമ നഷ്ടപ്പെടുത്തുന്ന ഒരു പാലം 2014 രൂപീകരിച്ചു. 2009 മുതൽ 6 വർഷക്കാലം എടുത്തു ആ പാലം പണിയുന്നത്. ഒരു മതില് പണിഞ്ഞു വെച്ചു കൊല്ലത്ത്. അതോടുകൂടി തന്നെ ചിന്നക്കടയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ വികസനത്തിന്റെ കാര്യത്തിൽ മുട്ടിലിഴയുന്ന പക്ഷേ ഒരു പാലത്തിന്റെ സ്പേസ് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിന്റെ എക്സാമ്പിൾ ആയിട്ട് ബി പാർക്ക് അവിടെ തന്നെ ഉണ്ട്. അല്ല, ബി പാർക്ക് എന്നല്ല, ഇപ്പൊ അങ്ങനെ പാലം പറയുകയാണെങ്കിൽ ഇപ്പൊ അഷ്ടമുടിക്കായലൊരു പാലമുണ്ട്. ആ പാലം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ചിന്നക്കരയുടെ പാലം എന്ന് പറയുന്ന സമയത്ത് ആ പാലം പണിയുന്നതിന് മുമ്പ് ഒരു ദീർഘവീക്ഷണം ഇല്ലായിരുന്നു. ഈ പാലം പൂർത്തീകരിക്കുമ്പോൾ ചിന്നക്കടയുടെ വികസനം എങ്ങനെ ആയിരിക്കും? ആ പാലം വരുന്നതിന് മുമ്പ് ചിന്നക്കടയുടെ വികസനം എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം. ചിന്നക്കട എന്ന് പറയുന്നത് ജനസാന്ദ്രമായ പ്രദേശമാണ്. വഴിയോര കച്ചവടക്കാരടക്കം നിരന്തരം വന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൊല്ലം ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് കൊല്ലം ചിന്നക്കട. ആ ഒരു പ്രസക്തി പോയി. പിന്നെ കൊല്ലത്തെ സംബന്ധിച്ച് എന്ത് വികസനം അവർക്ക് പറയാൻ പറ്റും? എല്ലാ ബഡ്ജറ്റിലും അവർ പറയുന്നുണ്ട് കൊല്ലം നഗരത്തെ ഒരു മഹാനഗരമാക്കുമെന്ന്. പക്ഷെ കൊല്ലം നഗരത്തെ മഹാനഗരമാക്കുവാൻ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള അമൃത് നഗർ പദ്ധതിയുണ്ട്. ആ അമൃത് നഗർ പദ്ധതിയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ കണക്ക് സൂചിപ്പിക്കുന്നത് 280 കോടി രൂപ ചെലവഴിക്കാതെ പാഴാക്കി കളഞ്ഞു. അപ്പൊ കൊല്ലത്തിനൊരു വികസനം കേന്ദ്ര സർക്കാർ 100 നഗരങ്ങൾ ഒന്നായി കൊല്ലത്തെ തെരഞ്ഞെടുത്തു. പക്ഷെ അത് ഫലപ്രദമായി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഭരണസമിതി അമ്പെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഉയർത്തിക്കാട്ടും BJP എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കൊപ്പം ചിന്ത